ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന 2025 പുറത്തിറങ്ങിയ ഒരു ഇൻഡി ഒരു ടൈം ലൂപ്പ് ടൈം ലൂപ്പ് ഒരു ഹൊറർ പടം പോലൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. ഒരു 4 ഫ്രണ്ട്സ് ഒരു വണ്ടിയിൽ ട്രാവൽ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവരൊരു റോഡിലോട്ട് കയറിയിട്ട് ആ റോഡിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ റോഡ് ഇങ്ങനെ നിർത്താതെ പൊക്കോണ്ടിരിക്കുക. അവർക്ക് വേറെ എവിടെയില്ല, ചുറ്റും കാട് മാത്രം. വണ്ടി ഇടയിലെങ്ങാനും നിർത്തിയാൽ തീർന്ന് ഇവരുടെ ജീവൻ ആപത്തിലാണ്. ഈ റോഡിൽ നിന്നും അവർ രക്ഷപ്പെടാൻ പറ്റിയോ ഇല്ലയോ, എന്താ ശരിക്കും സംഭവിക്കുന്ന, അവസാനം എന്തായി എന്നതാണ് ഇറ്റ് എൻഡ്സ് എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ പ്രധാന കഥ. ഇതൊരു സ്ഥിരം പല്ലവി ആവർത്തിക്കുന്ന ഒരു സിനിമയല്ല. ഒരു കാര്യം ഇവർ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞൊരു സിനിമയാണെന്ന് അവകാശപ്പെടാൻ ഇല്ലെങ്കിലും എനിക്കിത് വർക്കായി. സോ വിത്ത് ദാറ്റ് ഔട്ട് ഓഫ് ദ വേ ദിസ് സിനിമ we gonna talk about It Ends. പടം തുടങ്ങുന്നത് തന്നെ നട്ടപ്പാതിരയ്ക്ക് നടു റോട്ടിൽ ആരും ഇല്ലാത്ത അനാഥമായി കിടക്കുന്ന ഒരു കാറിനെ കാണിച്ചുകൊണ്ടാണ്. കാറിന്റെ എഞ്ചിൻ ഓണാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ആരെയും കാണാനില്ല. എന്ത് പറ്റി ഏത് പറ്റിയെന്നൊന്നും തന്നെ നമുക്ക് അറിയുന്നില്ല. അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് നമുക്കൊരു 4 ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞു, അപ്പോൾ അവസാനമായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒരു ട്രിപ്പ് പോലെ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നത്. കാരണം ഇത് കഴിഞ്ഞ് ഇനി എപ്പോൾ ടൈം കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരും കരിയർ അത് എന്ന് പറഞ്ഞ് ഓരോ സൈഡിലോട്ട് പോകും. അങ്ങനെ നമ്മുടെ 4 ഫ്രണ്ട്സ് ആയിട്ടുള്ള ടൈലർ, ജെയിംസ്, റോസ് ആൻഡ് ഫിഷർ ഇവർ 4 പേരും പുറപ്പെടുന്നു. മാപ്പെല്ലാം ഇട്ടിട്ട് ഇവർ ആയിട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ സിറ്റി കഴിഞ്ഞ് ഒരു റൈറ്റ് എടുത്ത് അവർ നേരെ ഒരു വലിയൊരു റോഡിലോട്ട് കയറുക. ഇവരും അതും ഇതെല്ലാം സംസാരിച്ച് ഭയങ്കര കാഷ്വലായിട്ട് കുറേ മീമെല്ലാം വായിച്ച് ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ്. പക്ഷേ മാപ്പ് പ്രകാരം കുറച്ചങ്ങോട്ട് മാറി ഒരു ടേണിങ് വരേണ്ടതാണ്. പക്ഷേ ഇവർ എത്ര പോയിട്ടും ആ ടേണിങ് എത്തുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ടേണിങ് കണ്ടായിരുന്നോ ഗൈസ് എന്ന് പറഞ്ഞ് ഇവരോട് ചോദിക്കുമ്പോൾ ഇവരും കണ്ടിട്ടില്ല. ഈ പോകുന്നതാണെങ്കിലോ ഭയങ്കര സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന വലിയൊരു റോഡും. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ടൈലർ എന്ത് ചെയ്തു, ഇത് ശരിയാവില്ല, നമ്മൾ മിസ് ചെയ്ത് കാണും, തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടി യൂട്ടേൺ എടുക്കുന്നു. എന്നിട്ട് ഇവർ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവൻ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും കട്ടിങ് ഉണ്ടോ ടേണിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവരും വന്ന വഴി തിരിച്ചു പൊക്കോണ്ടിരിക്കുന്ന സമയത്തുണ്ടോ നടു റോട്ടിൽ ഇപ്പോൾ ഇതാ കാടാണ് കാണുന്നത്. ഇവർ വിചാരിക്കുന്ന ഈ ടൈലറിന് വഴി തെറ്റി അവൻ വേറെ അങ്ങോട്ടോ കൊണ്ടുപോയി എന്നാണ്. ബട്ട് അവൻ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, ഇല്ല, നമ്മൾ വന്ന വഴിയാണത്, ഞാൻ വേറെ ഒരു ടേണിങ്ങും എടുത്തിട്ടില്ല, ഇതാണ് നമ്മൾ വന്ന വഴി എന്ന് അവൻ ഭയങ്കര സ്റ്റേൺ ആയിട്ട് പറയുന്നു. ജെയിംസ് ആണെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ വന്ന വഴിയാണ്, ഇതെങ്ങനെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇവൻ ഗൈസ് നിങ്ങളിങ്ങനെ വഴക്ക് കൂടാതെ എന്ന് ഫിഷറും റോസും പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ടൈലർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാട്ടിലോട്ട് നടന്നുപോയി. ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് ടൈലറിന് നല്ല ബോധ്യം. അവൻ അപ്പം തന്നെ നേരെ കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു എന്താ പറയുക മണ്ണെല്ലാം മാറ്റി നോക്കി അതിൻ്റെ അടിയിൽ വല്ല റോഡുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. റോഡിൽ എന്തായാലും കാട് പൊന്തി വരില്ല എന്നുള്ളൊരു ബോധ്യമല്ല ഇവനുണ്ട്. എങ്കിൽ പോലും ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് അവൻ ചെക്ക് ചെയ്തത്. പക്ഷേ ഇല്ല, മണ്ണ് മാറ്റി നോക്കിയപ്പോൾ മണ്ണ് മാത്രമേ കാണുന്നുള്ളൂ, റോഡൊന്നും കാണാനില്ല. ടൈലർ നീ എന്തുവാ ചെയ്യുന്നത്, നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞ് ജെയിംസ് ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. ഉള്ളിൽ നമ്മുടെ ടൈലർ ആണെങ്കിലോ റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. ഇറിറ്റേറ്റാകുന്ന ജെയിംസും കാർ വിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്നു. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുന്ന ജെയിംസ് അവിടെ നിൽക്കുമ്പോൾ അവൻ ആ കാടിന്റെ ദൂരത്തായിട്ട് എന്തോ ഒരു സാധനം ഉള്ള പോലെ തോന്നുന്നു. വണ്ടിയുടെ ചെറിയ ലൈറ്റിൽ അതെന്താണെന്ന് അവനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇവനും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കുറേ എണ്ണം ആ കാട്ടിൽ നിന്ന് ഇളകി വന്നിട്ട് ഇവരെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ജെയിംസിനെ ഒന്നും ചെയ്തില്ല, നേരെ ഇവർ കാറിന് അങ്ങോട്ടാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഫിഷറിന്റെ കൈയെല്ലാം മാന്തി അവനെ പുറത്തിടാനൊക്കെ നോക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാവുന്നില്ല, നമ്മളെ പോലെ തന്നെ. അപ്പോഴേക്കും കാട്ടിൽ നിന്ന് നമ്മുടെ ടൈലറും വെളിയിലോട്ട് ഇറങ്ങി വരുന്നു. നോക്കുമ്പോൾ തീരുന്നില്ല, ആൾക്കാരിങ്ങനെ കാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരെല്ലാം നേരെ കാറിന് അങ്ങോട്ട് പോയിട്ട് ആ കാറിനെ പൊതിഞ്ഞെടുക്കുന്നു. ടൈലർ കാറിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ റോസിനോട് വണ്ടി റിവേഴ്സ് എടുക്കടി എന്ന് പറഞ്ഞിട്ട് ജെയിംസിനെ കൂട്ടിയിട്ട് ബാക്കിലോട്ട് ഓടുവാണ്. ഒരു സൈഡിൽ ഫിഷറിന്റെ കൈയാണെങ്കിൽ ജനലിന്റെ ഗ്യാപ്പിൽ കൂടെ അവർ മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് റോസ് അപ്പം തന്നെ വണ്ടി റിവേഴ്സ് ഗിയറിൽ ഇട്ടിട്ട് വേഗം തന്നെ ബാക്കിലോട്ട് എടുക്കുന്നു. എന്നിട്ട് ഉടനെ തന്നെ ടൈലറിനെയും ജെയിംസിനെയും കയറ്റിയിട്ട് അവരവിടുന്ന് വിട്ടുപോവാണ്. എന്തായാലും വന്ന ആൾക്കാർക്ക് ഇവരെ കൊല്ലണം എന്ന് പറയുന്ന ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ വെളിയിലുണ്ടായിരുന്ന ജെയിംസിനും ടൈലറിനെ ഇവരൊന്നും ചെയ്യുന്നില്ല. ഈവൻ ഫിഷറിന്റെ കൈ കിട്ടിയിട്ട് പോലും അവനെ പുറത്തോട്ടിടാനാണ് നോക്കുന്നത്. അവർക്ക് ആ കാർ എടുക്കാനാണ് അവരുടെ ആവശ്യം. പക്ഷേ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവിടുന്ന് വണ്ടി എടുത്ത ശേഷം അവർ കുറേ ദൂരം അങ്ങ് മാറിയിട്ടാണ് വണ്ടി നിർത്തുന്നത്. ഫിഷറിന്റെ കൈ മുറിഞ്ഞ് അവന്റെ ചോര വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ അത് കണ്ട് ഭയങ്കരധികം പേടിച്ചു പോകുന്നു. ഗൈസ് പേടിയാവുന്നു, ഇത് ബ്ലീഡ് നിൽക്കുന്നില്ല, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചെറുക്കൻ ഭയങ്കരധികം പേടിച്ചു പോകുന്നു. ജെയിംസ് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫിഷറിന്റെ കൈയെല്ലാം കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്താ ഇവർക്ക് സംഭവിക്കുന്നത് എന്ന് സമാധാനമായിട്ടൊന്ന് ചിന്തിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇവർക്ക് കിട്ടിയില്ല. അപ്പോഴേക്കും റോസ് അപ്പം തന്നെ അവിടുന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് മുമ്പോട്ട് പോകുന്നു. ഇതോടെ ഇവർ ഭയങ്കരധികം ഷോക്കാവുന്നു. കാരണമുണ്ട്, ഇതിനു മുമ്പ് ഇവരെ അറ്റാക്ക് ചെയ്ത ആളുകളല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിൽ നിന്നായിരുന്നില്ല, പകരം കാട്ടിൽ നിന്നായിരുന്നു, സൈഡിൽ നിന്നാണ് വന്നത്. ഇവരെങ്ങനെ പോയാലും ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്തെത്തി. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഈ കാട് നിറച്ച ആൾക്കാരാണെന്നുള്ളൊരു കാര്യം ഇവർ മനസ്സിലാക്കുകയാണ്. ഇവർക്ക് ഒരു കാരണവശാലും വണ്ടി നിർത്താൻ പറ്റത്തില്ല, ഓടിച്ചുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ആളുകൾ വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ മാത്രമുള്ള ഫ്യൂല് ഈ വണ്ടിക്കകത്ത് ഇല്ലതാനും. ആരാണ് ഈ ആൾക്കാർ, എന്താണ് ഇവർക്ക് വേണ്ടത് എന്നീ ഒരു ചോദ്യം ഈ 4 പേരുടെ മൈൻഡിൽ
ഓടിക്കൊണ്ടിരിക്കുക. ഇനി എങ്ങനെ ഒരു വല്ല ഡ്രഗ് അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് ഓടി വന്നവരായിരിക്കുമോ, അല്ലെങ്കിൽ വല്ല കുറ്റവാളികളോ പ്രതികളോ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരോ അങ്ങനെ വല്ലതും ആയിരിക്കുമോ? അല്ലടാ, അങ്ങനെ വല്ലതും ആണെങ്കിൽ പോലും ഇത്രയും ആൾക്കാരൊക്കെ വരാൻ പറ്റുമോ? ഇവരും ഡ്രൈവ് ചെയ്യുന്നു ഒരു 6 മണിക്കൂർ പോയിട്ടും ആ റോഡ് അവസാനിക്കുന്നില്ല, ഇവർക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. ഇവർ ഈ റോഡിലൂടെ ഇത്രയും പോയിട്ടും ഒരു ടേണിങ്ങോ ഒരു കട്ടോ ഒന്നും തന്നെ കാണാൻ പറ്റിയിട്ടില്ല. വെറും നീണ്ടു കിടക്കുന്ന കാടും റോഡും മാത്രം. ഇതിലെല്ലാം ഉപരി ഇവരുടെ വണ്ടിയിൽ ആ ഒരു പെട്രോൾ ഉണ്ടല്ലോ, അതൊട്ട് തീരുന്നുമില്ല. ഇവർ ഫ്യൂല് തീരാറായി എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ കണ്ട റീഡിംഗ് എന്താണോ അതേ റീഡിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത്രയും നേരം നിർത്താതെ വണ്ടി ഓടിച്ച് റോസ് മടുത്തു പോവാണ്. അപ്പോൾ അവൾക്ക് പകരം വേറൊരാൾ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ് ഒരു വണ്ടി നിർത്തുന്നുണ്ട്. പക്ഷേ വണ്ടി ഓഫ് ചെയ്യുന്നില്ല. ഇനി എങ്ങനെ ഒരു ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇതിന് സ്റ്റാർട്ട് ആയില്ലെങ്കിലോ എന്നൊരു പേടി. തികച്ചും സ്വാഭാവികം. കാരണം കുറച്ച് മണിക്കൂറുകളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സാമാന്യ ലോജിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. സോ വേണ്ട, വണ്ടി ഓഫ് ചെയ്യേണ്ട, ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് ആൾക്കാരെ സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവക്ക് പകരം ടൈലർ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ജെയിംസ് അവന് തോന്നുന്നത് എന്താണെന്ന് അവൻ പറയുന്നുണ്ട്. എടാ, നമ്മൾ വണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി നമ്മൾ ആൾറെഡി മരിച്ചു പോയിട്ട് നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നതെല്ലാം ആഫ്റ്റർ ലൈഫിലെ വല്ല സംഭവമാണെങ്കിലോ. ലൈക്ക് ടൈലർ കുറച്ച് മുമ്പ് വണ്ടി നേരത്തെ കൊണ്ട് പെട്ടെന്ന് നിർത്തിയില്ലായിരുന്നു. ആ സമയത്ത് നിർത്തുന്നതിന് വരെ അത് മേ ബി ഒരു ആക്സിഡൻ്റ് ആയിട്ട് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന കാര്യം എല്ലാം തുടങ്ങുന്നത്. ഞാൻ നിങ്ങളെ കൊന്നിട്ടുമില്ല, ഈ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുമില്ല, എനിക്ക് ഇതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ടൈലർ. ബാക്കി രണ്ടുപേരാവട്ടെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്ന് പ്രോസസ്സ് ചെയ്യാൻ പോലും അവരെ കൊണ്ട് സാധിക്കുന്നില്ല. സോ ഭയങ്കരധികം ഒരു കൺഫ്യൂസ് സ്റ്റേജിലാണ് ഇവർ 4 പേരും പെട്ടേക്കുന്നത്. അടുത്ത് എന്ത് ചെയ്യണം എന്നറിയാത്തതുകൊണ്ട് ഇവരും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഒരാൾ മടുത്ത് കഴിയുമ്പോൾ വേറെ ആൾ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയാണ് ഇവർ ഡ്രൈവ് ചെയ്യുന്നത്. ഇതിപ്പോൾ മണിക്കൂറുകളും കഴിഞ്ഞ് ദിവസങ്ങളും കഴിഞ്ഞിട്ടും ഇവർക്ക് ഒരു വിശപ്പോ ദാഹമോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇവർ മെന്റലി ഭയങ്കര ടയർഡ് ആവുന്നുണ്ട്, പക്ഷേ ഫിസിക്കലി അല്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, മണിക്കൂറുകളോളം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വണ്ടിക്കകത്ത് ഇങ്ങനെ പെട്ടുപോയി ഇങ്ങനെ ഡ്രൈവ് ചെയ്യേണ്ടി വന്നുള്ള അവസ്ഥ. ആകെ ഇവർക്ക് കേൾക്കാൻ പറ്റുന്നത് വണ്ടിയുടെ എഞ്ചിൻ്റെ ശബ്ദവും വെളിയിൽ നിന്നുള്ള കാറ്റും ആ ഒരു കാടിൻ്റെ നിശബ്ദത, അത് മാത്രമാണ്. ഫുൾ ശൂന്യതയാണ്. ഈ ജെയിംസ് വലിയ കാര്യത്തിൽ ആഫ്റ്റർ ലൈഫാണ്, അതുകൊണ്ട് നമ്മൾ പെട്ടുപോയേക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അവൻ്റെ ഈ ഒരു തിയറിയിലുള്ള ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഫിഷറിൻ്റെ കയ്യിലെ ഒരു മുറിവ്. സാധാരണ ഒരാളുടെ കയ്യിൽ ഒരു മുറിവ് സംഭവിച്ചാൽ അതെങ്ങനെ ഗ്രാജുവലി ഹീലാവോ അതേപോലെയാണ് ഇവൻ്റെ കൈയും ഹീലായിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ് ഇങ്ങനെ നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വണ്ടിയിലെ പെട്രോൾ തീരുന്നില്ല, ഇവർക്കാണെങ്കിൽ വിശപ്പും ഉണ്ടാവുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവൻ്റെ കയ്യിൽ ഏർപ്പെട്ട ഒരു മുറിവ് കൂടോ കുറയോ ചെയ്യാതെ തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സ്റ്റേ ചെയ്യണമായിരുന്നു. പക്ഷേ ഇത് മെല്ലെ ഗ്രാജുവലി ഹീലാവുന്നുണ്ട്. എന്തുകൊണ്ട് അറിയുന്നില്ല. ഇനി എങ്ങനെ ഇത് വല്ല ശാപമായിരിക്കും, നമ്മൾ വല്ല ചെയ്ത തെറ്റിനുള്ള ശാപമല്ലോ ആയിരിക്കും ഇത്. സിസിഫസിന് കിട്ടിയ പോലെ വല്ല എൻലെസ് പണിഷ്മെന്റ് ആണെങ്കിലും ഇത്. പാപം എന്ന് പറയാനാണെങ്കിൽ ഞാൻ പണ്ടൊന്ന് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു എന്ന് റോസ്. ഇതപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ഫിഷർ. അല്ല, അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയായിരുന്നു. പക്ഷേ ഇതുപോലൊരു അവസ്ഥയിൽ പെട്ടുപോകാൻ മാത്രമുള്ളൊരു പാപമായിട്ട് എനിക്കത് തോന്നുന്നില്ല. അപ്പോൾ ജെയിംസ്, ഞാനൊരു പാപം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എൻ്റെ അറിവിൽ. ടൈലറെ, നീയോ? നിന്നെ കണ്ട എന്തൊക്കെയോ ചെയ്ത പോലെ നീ തോന്നുന്നു. നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് അവനോട്. ജെയിംസ്, എൻ്റെ വായിലേക്ക് നീ കേൾക്കരുത്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ വീണ്ടും അതെടുത്തോണ്ട് വരിക. ഞാൻ മടുത്തു, എനിക്ക് ലൈഫിലൊന്ന് സെറ്റിൽ ആയാൽ മതി എന്നാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് ടൈലർ. അറിയാം, ഞാനും വലിയ പാപമൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ഫിഷർ. ഇതൊരു ടൈം ലൂപ്പ് ആണെങ്കിൽ ഈ ലൂപ്പ് തുടങ്ങിയത് എവിടെയാണ്, ഇതെങ്ങനെ നിർത്താം, ഇതെങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നൊക്കെയാണ് ഇവൻ ചിന്തിക്കുന്നത്. അങ്ങനെ വീണ്ടും മണിക്കൂറുകൾ പോവുകയാണ്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം മനസ്സിലായി ഇതിനൊരു അവസാനം ഇല്ല, ഇതിങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുവാണ്. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, ഇവരായിട്ട് എന്തെങ്കിലും ചെയ്താലേ ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. സോ ഏറ്റവും ആദ്യം ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് അറിയണം. തുടർന്ന് ഇവർ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇവരുടെ ഫോണിൽ ടൈമർ ഓൺ ആക്കുന്നു. എന്നിട്ട് ആ ഒരു കാട്ടിലുള്ള ആൾക്കാർ എത്ര ടൈമിലാണ് റിയാക്ട് ചെയ്യുന്നത്, അവരെപ്പോഴാണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്നിവർ നോക്കുന്നു. അങ്ങനെ 1-2 വട്ടം വണ്ടി നിർത്തി ഇവർ ടൈമിംഗ് നോക്കിയ ശേഷം ആവറേജ് ആയിട്ട് ഒരു 90 സെക്കൻഡ്, അതായത് ഒരു 1.5 മിനിറ്റാണ് അവിടെ ഒരു ടൈം ഉള്ളത്. വണ്ടി നിർത്തി കറക്റ്റായിട്ട് 1.5 മിനിറ്റ് കഴിയുമ്പോഴാണ് ആ കാട്ടിലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്ത് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഇവർ തീരുമാനിക്കുന്നു. 1.5 മിനിറ്റ് സമയമുണ്ടല്ലോ, ആ 1.5 മിനിറ്റിനുള്ളിൽ ഇവർ കാട്ടിലേക്ക് ഓടിച്ചെന്ന് എന്താ അവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം എന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ടൈലറാണ് ആദ്യം പോകുന്നത്. അവൻ ടൈമർ ഓണാക്കി വൺസ് ആ കാട്ടിലോട്ട് കയറി കഴിയുമ്പോൾ ആ കാടിനൊരു അന്ത്യമില്ല, അതും ഇങ്ങനെ നീണ്ടു കിടക്കുക. ഇവൻ പോകും തോറും അത് പൊക്കോണ്ടിരിക്കുക. ചുമ്മാ കാട് മാത്രമല്ല, ആ കാടിൻ്റെ അവിടെ ഇവിടെയായിട്ട് ആൾക്കാരും ഉണ്ട്. എന്നാൽ ഇവൻ ശബ്ദം ഉണ്ടാക്കി അങ്ങോട്ട് കാട്ടിലോട്ട് കയറുന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. ബട്ട് വൺസ് ടൈമറിനകത്ത് ഒരു 1 മിനിറ്റ് 1.25 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരൊക്കെ മെല്ലെ അങ്ങ് ഉഷാറായി എഴുന്നേറ്റ് നേരെ കാറുള്ള സ്ഥലത്തിലോട്ട് ഇവരെല്ലാം ഓടി വരും. ഇനി ഇവിടെ നിന്ന് പണിയാവും എന്ന് മനസ്സിലാക്കുന്ന ടൈലർ വേഗം തിരിച്ചു ഓടി കാറിലോട്ട് വന്ന് കയറുന്നുണ്ട്. സോ കാട്ടിൽ മൊത്തം ആൾക്കാരാണ്. ആ കാട്ടിലുള്ള ആൾക്കാർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് അറിയുന്നില്ല. ഫോർ സം റീസൺ അവർ ഇവരെ അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം ഇവരുടെ കാറിനെയാണ് അവർക്ക് വേണ്ടത്. കാടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരുടെ ലേറ്റൻസി ലേശം കൂടുതലാണ്, പിങ് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് അവർ കറക്റ്റായിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് റിയാക്ട് ചെയ്യുന്നുള്ളൂ. സോ ഇപ്പോൾ ഇവർക്ക് ഈ ഒരു 1.5 മിനിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൈം ഫ്രെയിം കിട്ടി. ഇപ്പോൾ ഈ ഒരു ടൈം ഉപയോഗിച്ച് ഈ ഒരു സ്ഥലത്തിനെ പറ്റിയും ഈ നടക്കുന്നതിനെ പറ്റിയും കൂടുതൽ അറിയാം എന്ന് ഇവർ തീരുമാനിക്കുന്നു. തുടർന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഈ ഒരു 1.5 മിനിറ്റ് യൂസ് ചെയ്ത് ആ ഒരു കാട്ടിലേക്ക് ഓടിപ്പോയി എന്തെങ്കിലും കിട്ടുമോ, പുതിയ ഇൻഫർമേഷൻ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നു. ബട്ട് കാര്യമായിട്ട് ഒന്നും തന്നെ ഇവർക്ക് കിട്ടുന്നില്ല. ആ സമയം ടൈലർ അവിടെ ഈ ഒരു പുഷപ്പ് ഒക്കെ എടുത്ത് ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു റെപ്പ് പോലും അവനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. സോ അവൻ്റെ ബോഡിയുടെ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ആവുന്നില്ല. അത് എവിടെയായിരുന്നു അവിടെ തന്നെ സ്റ്റക്ക് ആയേക്കോ, അതിൻ്റെ മുകളിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഇവർക്കിടയിലുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഇവർ ഇത്
ഇതൊരു ടൈം ലൂപ്പിൽ പെട്ടേക്കുവാണോ, ഇതൊരു ലൂപ്പാണോ എന്നതാണ്. അപ്പോൾ അതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ പോകുന്ന റോട്ടിൽ വലിയൊരു മരക്കഷ്ണം ഇടുന്നുണ്ട്. ഈ മരക്കഷ്ണം നമ്മൾ ഒന്നുകൂടെ കാണുവാണെങ്കിൽ ഇതൊരു ലൂപ്പാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നിവർ തീരുമാനിക്കുന്നു. തുടർന്ന് അവർ വീണ്ടും ഡ്രൈവ് ചെയ്യുന്നു, ഓരോരുത്തർ മാറി മാറി ഡ്രൈവ് ചെയ്യുന്നു. പക്ഷേ ഇവർ എത്ര മണിക്കൂറുകൾ പോയിട്ടും അവർ ആ ഇട്ട മരക്കഷ്ണം അവരതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ഈ റോഡ് സൈക്കിൾ അല്ല, ഇതൊരു ലൂപ്പ് അല്ല എന്നും ഇവർക്ക് മനസ്സിലാവുന്നു. ഒരൊറ്റയടിക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു നീണ്ട റോട്ടിലൂടെയാണ് ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. ഇതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടാവുമോ എന്ന് പോലും ഇവർക്ക് അറിയുന്നില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ഇവരും ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവരുടെ മുമ്പിലായിട്ട് ഒരു കാർ ഇങ്ങനെ കിടക്കുന്നു. ഇത്രയും മണിക്കൂറുകളും നാളുകളും ഇവർ ഈ റോഡിലൂടെ ഓടിച്ചിട്ട് ഇതുപോലൊന്നും ഇതിനു മുമ്പ് ഇവർ കണ്ടിട്ടില്ല. ഇവരും കൺഫ്യൂസ്ഡ് ആണ്, കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യാനും പേടി, അതിലാരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ അവർ ഇവരെ അറ്റാക്ക് ചെയ്യോ ഇല്ലയോ, എന്താ അവിടെ നടക്കുന്നത് ഒന്നും അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ഇവർ ഒരു നിശ്ചിത അകലം പാലിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പരിധിക്കപ്പുറം ഇവിടെ ഈ ഒരു വണ്ടി ഇങ്ങനെ നിർത്തിയിടാനും പറ്റത്തില്ല. ശരി, എന്തെങ്കിലും ആവട്ടെ, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ജെയിംസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ആ വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അങ്ങനെ ജെയിംസും ആ വണ്ടിയുടെ അടുത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ആ വണ്ടിക്കകത്ത് ആരെയും അവന് കാണുന്നില്ല. വണ്ടിക്കകത്ത് താക്കോലും ഇല്ല. അപ്പോൾ ആ വണ്ടിയുടെ ഓഡോമീറ്റർ അവൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓഡോമീറ്റർ ഫുള്ളാണ്. 99999 എന്ന് പറഞ്ഞിട്ട് ഫുള്ളായി ഫില്ലായി കിടക്കുക. ഓഡോമീറ്ററിൽ പറ്റുന്നത്രയും ആ ഒരു 10 ലക്ഷത്തിലധികം കിലോമീറ്റേഴ്സും ആ വണ്ടി ഓടിക്കഴിഞ്ഞു. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ വണ്ടിയിലുണ്ടായിരുന്ന ആളും ഓടിച്ചൊരു പരിധി കഴിഞ്ഞപ്പോൾ അയാൾ ഈ ഒരു കാര്യം ഗിവ് അപ്പ് ചെയ്ത് നേരെ കാട്ടിലോട്ട് വല്ലതും പോയിട്ടുണ്ടാവും. ഇതും കൂടെ ആയതോടെ ഇവരുടെ കോൺഫിഡൻസ് വല്ലാണ്ട് ഇടിഞ്ഞു പോകുന്നുണ്ട്. ഇതിന് രക്ഷപ്പെടാൻ പറ്റും, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്രതീക്ഷയിലാണ് ഇവർ ഇത്രയും നാൾ വണ്ടി ഓടിച്ചത്. പക്ഷേ അത് ഇവിടെ ഇല്ലാതായി. ടൈലറാണ് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നത്. അവനിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ എല്ലാം അവൻ്റെ മൈൻഡിലോട്ട് കയറുന്നു. അവൻ ആക്സിലേറ്റർ അങ്ങ് കൂട്ടിച്ചവിട്ടിയിട്ട് വണ്ടി ഭയങ്കര അങ്ങ് സ്പീഡിൽ പോകുന്നു. സ്പീഡ് കൂടിയത് കണ്ടത് എല്ലാവരും ടെൻഷൻ ആവുന്നു. കാരണം ഇതും കൂടെ ബാക്കിയുള്ളൂ എന്നൊരു തോന്നല്. ഫിഷർ കരഞ്ഞു പറയുന്നുണ്ട്, അളിയാ പ്ലീസ് മനസ്സിലാവുന്നുണ്ട്, കൊല്ലല്ലടാ, നീ ഒന്ന് സ്പീഡ് കുറയ്ക്ക് എന്ന് പറഞ്ഞാൽ അവൻ മാക്സിമം പറയുന്നു. റോസും ജെയിംസും ഏതാണ്ട് അതേപോലൊക്കെ തന്നെ, എടാ മനസ്സിലാവുന്നുണ്ട്, നീ ഒന്ന് കാമാക് പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈലറും ഒന്ന് ശാന്തനായ ശേഷം വണ്ടിയുടെ സ്പീഡ് അവൻ കുറയ്ക്കുന്നു. അവൻ്റെ കണ്ണൊക്കെ അങ്ങ് കലങ്ങുന്നുണ്ട്. എന്നിട്ട് അവൻ വണ്ടി നിർത്തി നേരെ പുറത്തോട്ടങ്ങ് ഇറങ്ങുന്നു. അറ്റ് ദിസ് പോയിന്റ് ടൈലർ ഭയങ്കര മെന്റലി ബ്രേക്കായി. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഇവർ യൂഷ്വലി ചെയ്യുന്ന പോലെ ആ ഒരു 1.5 മിനിറ്റിൽ യൂസ് ചെയ്ത് നേരെ കാട്ടിലോട്ട് വന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം ജെയിംസും ടൈലറുമാണ് വന്നേക്കുന്നത്. സമയം കഴിഞ്ഞ് പോകാറായെന്ന് പറഞ്ഞ് ജെയിംസ് ഒന്ന് വിളിക്കുമ്പോൾ ടൈലർ പറയുക, ഞാനില്ല, നിങ്ങൾ പൊക്കോന്ന്. ടൈലർ ഒരുമാതിരി മറ്റേടത്തെ ഏർപ്പാട് കാണിക്കരുത്, നീ മര്യാദ കൂടെ വന്നേ എന്നും പറഞ്ഞ് ടൈലറിനെ വിളിക്കുന്നു. പക്ഷേ ടൈലർ അവൻ ഉറപ്പിച്ചു, എനിക്ക് വയ്യട, ഞാൻ മടുത്തു, എങ്ങോട്ടൊന്നില്ലാതെ എത്ര നാളെന്നില്ലാതെ ഈ ഒരു പോക്ക് ഞാൻ മടുത്തു, എനിക്ക് വയ്യ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ. നമ്മൾ വഴിയിൽ കണ്ടപോലെ ആ കാർ ഒരു ദിവസം നിന്ന് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് വയ്യ വർഷങ്ങളോളം ആ ഒരു മെറ്റൽ ബോക്സിനകത്ത് വണ്ടി ഓടിച്ചു പോകാനും ആകെ കിട്ടുന്ന ഈ ഒരു 90 സെക്കൻഡിൽ ജീവിക്കാനും എനിക്ക് പറ്റില്ല. ജെയിംസിനും ഇതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയുന്നില്ല. കാരണം അവൻ്റെ പക്കൽ ഒന്നുമില്ല, ഉത്തരവില്ല, ഒരു പ്രതീക്ഷ കൊടുക്കാൻ ഒന്നുപോലും ഇവരുടെ പക്കമില്ല, സമയവും ഇല്ല, ഇവനെ വിളിച്ചിട്ട് വരുന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ജെയിംസും നേരെ റോഡിലോട്ട് ഇറങ്ങി നിൽക്കുന്നു. വണ്ടിയിൽ വന്ന റോസും ഫിഷറും ഇവൻ എന്താ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആവുന്നു. എടാ എവിടെ ടൈലർ, എവിടെ നീ മാത്രം നിൽക്കുന്നത്, അവൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ഇവനോട് ജെയിംസ് ഒന്നും മിണ്ടാതെ വണ്ടിക്കകത്ത് കയറുക. റോസ് പുറത്തോട്ട് വന്നിട്ട് വൻ ചീത്ത, റോസ് എന്ത് ചെറ്റത്തര കാണിക്കുന്നു, മരിക്ക് വാടാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മാക്സിമം അല്ലറി വിളിക്കുന്നുണ്ട്. പക്ഷെ കാട്ടിൽ നിന്ന് ടൈലർ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. സമയം തീരാറായപ്പോൾ ഫിഷർ നിർബന്ധിച്ച് റോസിനെ വണ്ടിക്കകത്ത് കയറ്റി അവർ വണ്ടി ഓടിച്ച് പോവാണ്. എന്ത് പറ്റിയടാ, അവൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ജെയിംസിനോട് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത് ഹി ഗേവ് അപ്പ് എന്ന് പറയുന്നത്. സോ ഇവർക്കും വേറെ ഓപ്ഷൻ ഇല്ല. ഇവർ മുമ്പോട്ട് പോകുന്നു, ഡ്രൈവ് ചെയ്യുന്നു, ദിവസങ്ങൾ പോകുന്നു. ടൈലർ നീ എങ്ങനെ ജീവിക്കണമെന്ന് അവൻ ചൂസ് ചെയ്തു. അവനെപ്പോലെ നമുക്ക് ഇടയിൽ നിന്ന് വെച്ച് നിർത്തിയിട്ട് പോകണ്ട, ഇതിൻ്റെ അവസാനം കാണാം എന്നൊക്കെ പറഞ്ഞ് ജെയിംസ് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇവരെല്ലാം കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ടൈലറിൻ്റെ ആ ഒരു ഡിസിഷൻ ഇവർ അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്ന് മൂവ് ഓൺ ആയി. മെല്ലെ ഫിഷറും റോസും ആ ഒരു ട്രാവൽ അതിൽ നിന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആകെ ഒരൊറ്റ പാട്ടേ വണ്ടിക്കകത്തുള്ളൂ. ആ പാട്ടും കേട്ടിട്ട് പിന്നെ ഇവർ അതും ഇതും ഗൂഫിനെസ് ഒക്കെ കാണിച്ച് അങ്ങനെ കുറച്ചങ്ങ് ഫണ്ണി ആയിട്ട് അവർ മുമ്പോട്ട് പോകുന്നു. ഇടയ്ക്ക് കിട്ടുന്ന ഈ ഒരു 90 സെക്കൻഡ് ഗ്യാപ്പിൽ ഇവർ അവരുടെ ഫ്രസ്ട്രേഷൻ മൊത്തം റിലീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അലറുക, അവർ ഡാൻസ് കളിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള കൈൻഡ് ഓഫ് ആക്ടിവിറ്റി അവർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അതൊന്നും ചെയ്യാതെ ഇവരെന്ത് തേങ്ങി കാണിച്ചു കൂട്ടുന്നത് എന്നൊരു മെൻറ്റാലിറ്റി വെച്ച് ജെയിംസ് ആണ് അവിടെ കൂളായിട്ട് നിൽക്കുന്നത്. സോ ഇങ്ങനെയുള്ള കുറേ ഗൂഫി തിങ്സ് എല്ലാം ചെയ്തിട്ട് ഫിഷറും റോസും അവർ രണ്ടുപേരുടെയും മെന്റലി ഓക്യുപ്പൈ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെല്ലാം ഇവരുടെ സംസാരം ടൈലറിലേക്ക് പോയോ അപ്പോഴെല്ലാം അവർ അവൻ്റെ കാര്യം ഓർത്ത് ഒന്ന് വിഷമിക്കുന്നുമുണ്ട്. അങ്ങനെ ഇവരും ഡ്രൈവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പൊക്കോണ്ടിരുന്ന ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവരുടെ മുമ്പിൽ വേറെ ഒരു കാർ വന്ന് പെടുന്നു. ആ കാറും റോഡിന് സൈഡിലായിട്ട് ഇങ്ങനെ നിർത്തി കിടക്കുക. ആ വണ്ടിക്കുള്ളിൽ നിന്ന് ഇവർക്കൊരു മാർക്കർ കിട്ടുന്നു. മതിയല്ലോ, എന്തേലും കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ഫിഷറും റോസും. അത് കിട്ടിയ പാടെ അവരുടെ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ അതും ഇതും ഇങ്ങനെ ചിക്കിച്ചിരക്കി ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. അതും ഇതും ഇങ്ങനെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ വരച്ചു കൂട്ടുക എന്നിങ്ങനെ പറഞ്ഞ് ഇവർ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. പക്ഷെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടാന്ന് തോന്നുന്നു. അവർ ഓക്കെയാണ്. ജെയിംസ് ഇപ്പോഴും ഇതിൻ്റെ റീസൺ എന്താണ്, ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ കൊണ്ട് പറ്റുന്ന പോലെ. അങ്ങനെ വീണ്ടും ഒരു മുമ്പോട്ട് പോകുന്ന സമയത്ത് വേറൊരു കാറും കാണാനിടയാവുന്നു. അതിനകത്ത് എന്തെങ്കിലും പുതിയത് കിട്ടുമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷേ ജെയിംസ് ആ കാട്ടിലോട്ട് നോക്കിയപ്പോൾ ആ ഒരു വണ്ടിയുടെ ഡ്രൈവർ അവിടെ ഉള്ളിൽ കിടക്കുന്നവൻ കാണുന്നു. സോ ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ കാട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്ന ആ വണ്ടികളിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ എത്രത്തോളം വണ്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും എന്ന് ഇവർ ആലോചിച്ച് നോക്കുന്നു. സോ ഈ അവസാനമില്ലാത്ത ഈ റോഡിൽ ഇങ്ങനെ ഓടിച്ച് മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ആ കാടിൻ്റെ ഉള്ളിൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. പക്ഷേ എന്തിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു എന്ന് ഇവർക്ക് അറിയുന്നില്ല. ഇവരും
എന്തായാലും ശരി എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് അതും കഴിഞ്ഞ് ട്രാവൽ ചെയ്തിങ്ങനെ പോവാണ്. അങ്ങനെ പോയി വീണ്ടും ഒരു പോയിന്റ് കഴിഞ്ഞ് അവർ ബ്രേക്ക് എടുത്ത സമയത്ത് യൂഷ്വലി 1.5 മിനിറ്റ് കഴിഞ്ഞാൽ കാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവർ അറ്റാക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പം ചെയ്യുന്നില്ല. എന്താ ആരും കാണാത്ത, എന്താ ആരും വരാത്ത എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിന്തിക്കുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് ആൾക്കാരും വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ആരും ഇവിടെ ഇല്ലാത്തത് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ ജെയിംസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഗൈസ് ഇതുവരെ ആരും ഇത്രയും ദൂരം വന്നിട്ടുണ്ടാവില്ല, സോ എന്തായാലും നമ്മൾ ആ ഒരു എൻഡ് അടുക്കാറായി, കുറച്ച് ദൂരം കൂടെ ഹോൾഡ് ചെയ്താൽ മതി, അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ എൻഡ് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവനാണ് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ബട്ട് ഇവൻ്റെ മോട്ടിവേഷൻ ഒരു ഒബ്സഷനായിട്ട് മാറുകയാണെന്നൊരു സംശയം. കാരണം ഇവൻ വിചാരിച്ചാൽ പോലും ഇവർക്ക് വണ്ടി നിർത്തി ഒരു 1.5 മിനിറ്റ് അല്ല അതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടായിട്ടും അവൻ അവിടെ വണ്ടി നിർത്തുന്നില്ല. റെസ്റ്റ് ചെയ്യാതെ അവൻ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചങ്ങ് പോവാണ്. അവൻ കുറച്ച് നേരം ഉറങ്ങി റെസ്റ്റ് എടുത്താൽ പോലും ഗൈസ് മതി റെസ്റ്റ് എടുത്താൽ മതി, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ വണ്ടി ഓടിച്ചങ്ങ് പോവാണ്. അവൻ ബാക്കി രണ്ടുപേർക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കുന്നുമില്ല. അപ്പോഴേക്കും റോസിനും ഫിഷറിനും അവർ രണ്ടുപേരുടെ ആ ഒരു മോട്ടിവേഷൻ മൊത്തം പോയി. അവർ മടുത്തു. ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ ചുറ്റി അവർ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മടുത്തു. അവനത് ജെയിംസിനോടും പറയുന്നുണ്ട്. പക്ഷേ ജെയിംസ് സമ്മതിക്കുന്നില്ല. ഗൈസ് ഇത്ര എത്തിയില്ല, ഇനി ഇവിടെ നിർത്തണ്ട, ബാ പോവാന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ഇരിക്കും ഒരു പ്രാവശ്യം ഇവർ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും റോസും ഫിഷറും വണ്ടി ഓഫ് ചെയ്തിട്ട് വണ്ടിയുടെ ചാവി അങ്ങ് ഊരി മാറ്റുന്നു. ഇതുള്ളതുകൊണ്ടല്ല ഞങ്ങൾ പറയുന്നത് കേൾക്കാത്ത എന്നും പറഞ്ഞിട്ട് ആ വണ്ടി ഓഫ് ചെയ്ത് അതിന് ചാവി ഊരി. ഇത് കണ്ടതും ജെയിംസിന് വല്ലാണ്ട് ദേഷ്യം വരുന്നു. ഇവർ വണ്ടി ഓഫ് ചെയ്യാതെ ഈ റെസ്റ്റ് എടുക്കുന്നതിന്റെ പ്രധാന റീസണെ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഓൺ ആകുമെന്ന് ഇവർക്ക് ഉറപ്പില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ വണ്ടി ഓഫ് ചെയ്ത് ഈ ചാവി ഇവർ ഊരിയെടുക്കുന്നത്. ആർക്കാണെങ്കിലും ദേഷ്യം വരും. അതേപോലെ ജെയിംസിന് വല്ലാണ്ട് ദേഷ്യം വന്നു. അവൻ ആ റോട്ടിൽ കിടന്ന് അലറി പൊളിക്കുന്നുണ്ട്. മരിക ചാവി അത് ഇത് എന്നൊക്കെ പറഞ്ഞ്. ഫിഷർ തരില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനെ അടിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ച് കയ്യങ്കളിക്ക് ശേഷം ജെയിംസിന്റെ കയ്യിൽ വണ്ടിയുടെ കീ കിട്ടുകയാണ്. അവൻ അപ്പം തന്നെ ഓടിപ്പടിച്ച് ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ജെയിംസിന് പ്രാന്ത് പിടിച്ച പോലെ ആവുന്നുണ്ട്. അവൻ വീണ്ടും ചാവി തിരിച്ച് അത് ഓൺ ആക്കാൻ വേണ്ടി നോക്കുന്നു. പ്ലീസ് സ്റ്റാർട്ടാവെന്ന് പറഞ്ഞാൽ വീണ്ടും ചെന്ന് ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടായതും ജെയിംസ് ഇവർ രണ്ടുപേരും നോക്കുന്നു. അവരും ഇവനെ ഒരു നിസ്സഹായ മുഖം വെച്ച് അവനെ നോക്കുന്നു. അവനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. ജെയിംസ് ആണെങ്കിലോ നിങ്ങൾ എങ്ങനെയോ കിടന്ന് ചാവെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വണ്ടി എടുത്തു പോയി. കുറ്റം പറയാൻ പറ്റുമോ? അവർ രണ്ടുപേരും ചെയ്ത് വൻ ചെറ്റത്തരമല്ലേ? അവർ രണ്ടുപേർക്കും പോകണ്ട എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ പോകണ്ട. അതിനെന്തിന് ഇവനെ ഫോഴ്സ് ചെയ്യുന്നേ? വണ്ടി ഓഫ് ചെയ്ത് വണ്ടിന് ചാവി ഊരേണ്ട എന്താവശ്യമാണുള്ളത്? ഇതിൽ ഞാൻ ജെയിംസിന്റെ കൂടെയാണ്. അവൻ ചെയ്തത് തന്നെ ശരി. അങ്ങനെ ജെയിംസും വണ്ടി ഓടിച്ചു പോവാണ്. അവൻ ഒറ്റയ്ക്കാണുള്ളത്. അവനും ഇങ്ങനെ പോകുന്നു. ഈ സോളോ റൈഡ് എന്ന് പറയുന്ന പരിപാടിയൊക്കെ അടിപൊളിയാണ്. പക്ഷേ അത് ഭയങ്കര ലിറ്ററൽ ആയി പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഹോണ്ടിങ്. എസ്പെഷ്യലി അത് തൻ്റെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും. എന്നാൽ ജെയിംസ് അവൻ്റെ ആ ഒരു ഹോപ്പ് വിടുന്നില്ല. അവന് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും, എൻ്റെ എത്താറായി, ഇത് സംഭവിക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവൻ ഇരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ അവൻ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ട് അവിടെ. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോലും സംഭവിച്ചിട്ടില്ല. മഴയൊന്നും പെയ്യാറേ ഇല്ല. എങ്ങനെയാണോ കാലാവസ്ഥ അതേപോലെ തന്നെയായിരുന്നു ഇത്രയും നാളും ഉണ്ടായിരുന്നത്. സോ തിങ്സ് എല്ലാം മാറുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്ന കാര്യമല്ല അവൻ തിരിച്ചറിയുന്നു. ഇങ്ങനെ പെയ്ത ഈ ഒരു ചെറിയ മഴ പോലും അവൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നു. അവൻ അടുത്തൊരു ഹോപ്പായിട്ട് അതിനെ കാണുന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞ്, ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ ഓടിച്ച് ഇങ്ങനെ അവൻ പോവാണ്. അങ്ങനെ പോയി അവസാനം ആ റോഡിൻ്റെ അറ്റത്തും അവൻ എത്തുകയാണ്. അതിൻ്റെ ആ ഒരു അറ്റത്ത് എന്താണെന്നറിയോ? റോഡ് എൻഡ്സ്. അതാണ്. നോക്കുമ്പോൾ ജെയിംസിനെ പോലെ തന്നെ വേറെയും കുറേ കാറുകൾ അവിടെ ഇങ്ങനെ നിരത്തി കിടക്കുന്നുണ്ട്. സോ ജെയിംസ് മാത്രമല്ല ഇവിടേക്ക് ഇത്രയും ദൂരം ഓടിച്ച് വന്നിരിക്കുന്ന വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ആ വന്ന ആൾക്കാരും ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കാതെ അവരും കാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും നാളും ഇവൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ച് ഈ ഹോപ്പും പിടിച്ച് ഈ റോഡിലേക്ക് മാസങ്ങളോളം ഓടിച്ചവൻ എത്തിയത് ഇതിനു വേണ്ടിയാണെന്ന് ഓർത്തപ്പോൾ അവൻ അവിടെ തകർന്നു പോകുന്നുണ്ട്. ജെയിംസ് അവിടെ കുറച്ചേരം ഇരിക്കുന്നുണ്ട് ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയാൻ വേണ്ടി. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ആ വ്യക്തിയിൽ അവൻ തിരിച്ച് അവൻ്റെ വണ്ടിയുടെ അങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ ഇത്രയും നാൾ കഴിക്കാതെ വെച്ചൊരു സ്നാക്ക് ബാർ ഉണ്ട്. ആ ബാർ എടുത്ത് അവൻ കഴിക്കുന്നു. ഇത് ഇത്രയും നാൾ ഇവരുടെ വണ്ടിയിൽ ഉണ്ടായിട്ട് ജെയിംസ് ആണ് പറഞ്ഞ് കഴിക്കണ്ട, ഇനി നമുക്ക് ആൾറെഡി വിശക്കുന്നില്ല, ഇതിനി കഴിച്ചിട്ട് നമുക്കിനി വിശപ്പ് വന്ന് ഇനി അതൊരു ഡൈജഷൻ പ്രശ്നമായിട്ട് മാറണ്ട എന്നോർത്തിട്ടാണ്. ഇപ്പം ഇത് കഴിച്ചു കഴിഞ്ഞതും അവനവിടെ പൊട്ടിക്കരയുന്നു. എന്നാൽ ഇവിടെ വെച്ച് ജെയിംസ് എല്ലാവരെയും പോലെ തോറ്റു കൊടുത്ത് കാട്ടിലോട്ട് പോകാൻ തയ്യാറല്ല. അവൻ നേരെ വണ്ടി യൂട്ടൺ എടുത്ത് വന്ന വഴി തന്നെ തിരിച്ചു പോകുന്നു. പക്ഷേ അൺലൈക്ക് ലാസ്റ്റ് ടൈം ഇപ്രാവശ്യം അവനൊരു എൻഡ് നോക്കിയല്ല പോകുന്നത്. കാരണം അങ്ങനെ ഒരു എൻഡ് ഇല്ല എന്നൊരു കാര്യത്തിൽ അവൻ ഉറപ്പുണ്ട്. സോ പോകുന്നവരെ എത്രയാണെന്ന് വെച്ചാൽ പോട്ടെ എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. ബട്ട് ഒറ്റയ്ക്ക് പോകാൻ താല്പര്യമില്ലാഞ്ഞിട്ട് ഇവൻ കാട്ടിൽ നിന്ന് ഒരുത്തിനെ പിടിച്ച് നേരെ വണ്ടിക്കകത്ത് കൊണ്ട് ഇരുത്തുന്നുണ്ട്. അവിടെ അങ്ങനെ കിടന്നാൽ എങ്ങനെ ശരിയാകുന്നത്? വാ എനിക്കൊരു കൂട്ടുകാരെന്ന് പറഞ്ഞിട്ട് ഇയാളെയും കൂട്ടിയിട്ടാണ് അവൻ ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് അയാളോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞ് വരുമ്പോൾ 50 ഹോക്സ് ആണോ അതോ ഒരു തോക്കുള്ള ഒരാളാണോ ജയിക്കുക? അപ്പോൾ അതിന് അയാൾ പ്രോബബ്ലി 50 ഹോക്സ്, കാരണം അത് 50 എണ്ണം ഇല്ലേ, ഓ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ പോവാണ്. ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത്. ഇതിൽ ലാസ്റ്റ് ഇവൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് ആക്ച്വലി പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ ഡിസ്കസ് ചെയ്തൊരു മീമായിരുന്നു. ആ മീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഡിഫെൻഡ് ചെയ്യാനും നിന്നെ അറ്റാക്ക് ചെയ്യാനും രണ്ടുപേരും നീ ചൂസ് ചെയ്യുവാണെങ്കിൽ ഇതിൽ ആരെ ചൂസ് ചെയ്യും? 50 ഹോക്സ്, 10,000 റാറ്റ്സ്, 5 ഗൊറില്ല അല്ലെങ്കിൽ തോക്കുള്ള ഒരാൾ. ഇതിൽ രണ്ടുപേര് ഡിഫെൻഡ് ചെയ്യാനും രണ്ടുപേരെ അറ്റാക്ക് ചെയ്യാനും ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരെയൊക്കെ ചൂസ് ചെയ്യും എന്നതാണ് ചോദ്യം. സോ ജെയിംസ് തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു തോക്കുള്ള ആളെയും കൊണ്ട് എല്ലാവരും ഓവർപവർ ചെയ്യാൻ പറ്റും, തോക്ക് വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത്. ആ
സമയത്ത് ഫിഷർ പറഞ്ഞുകൊണ്ടിരുന്ന് ഇല്ലടാ എടാ 50 ഹോക്കൊക്കെ ഇല്ല, 50 ഹോക്കൊക്കെ വന്ന് അത് പ്രെഡേറ്റർ അല്ലേ, അത് അറ്റാക്ക് ചെയ്യില്ലേ, അപ്പോൾ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത്. ഫിഷറിൻ്റെ ഈ ഒരു ഒപ്പീനിയനോട് ജെയിംസിന് ഒട്ടും യോജിക്കാൻ പറ്റിയില്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ. ബട്ട് ലേറ്റർ ഓൺ ഇതേ ചോദ്യം ഇവൻ റാൻഡം ആയിട്ടുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ ചൂസ് ചെയ്തതും ഈ ഒരു 50 ഹോക്സ് ആണ്. സോ അങ്ങനെയുള്ള ചെറിയൊരു കോൾ ബാക്ക് ആയിരുന്നു ആ ലാസ്റ്റ് കണ്ടത്. ഇനി അത് കഴിഞ്ഞു ഈ പടത്തിന് അതിന് എന്ത് തേങ്ങി നടന്നേന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വലിയ പിടിയില്ല. അതായത് ഈ ലോങ് റോഡും ഈ ഹോൾ ഫിലിമിനെ തന്നെ അവരൊരു വലിയൊരു മെറ്റഫർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്നു, നമ്മൾ മരിക്കുന്നു, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പും മരണത്തിന് ശേഷവും ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് വലിയ ധാരണയില്ല. എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നൊന്നും അറിയാതെ ഒരു 10-12 കൊല്ലം എന്തൊക്കെയൊക്കെയോ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നല്ല മാർക്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലൈഫ് സെറ്റ്. +2ലും അതേ തന്നെ. പിന്നെ നല്ല കോളേജിൽ കിട്ടിയാൽ അതിലും സെറ്റ്. അത് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഒരു ജോലി വാങ്ങി അതിൽ നിന്ന് ഇന്ന ശമ്പളം ഉണ്ടാകണം, ആ ശമ്പളത്തിൽ നിന്ന് ഇന്ന സാധനങ്ങൾ നമുക്ക് വാങ്ങണം, എന്നിട്ട് സമ്പാദിച്ചതിൻ്റെ വലിയൊരു ശതമാനം ആരാന്നൊരു ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് വലിയൊരു കല്യാണം നടത്തണം. കല്യാണം കഴിഞ്ഞാൽ അധികം സമയമില്ല, പിന്നെ കുട്ടികളുണ്ടാവണം, കുട്ടികളെ പഠിപ്പിക്കണം, അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം, ഇതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹം അടിച്ചേൽപ്പിക്കുന്ന വലിയൊരു ഘടകമുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഇരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് ഇൻ സെൻസ് എന്ന് തോന്നും. മനുഷ്യനായിട്ടുള്ള നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നറിയാതിരിക്കുന്ന സമയത്ത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള കാരണം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ജീവിതം എന്താണ്, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഇല്ല. എന്ത് നോക്കിയാൽ ഈ ജീവിതം പോകുന്നത്, എന്തിനു വേണ്ടി നമ്മളിതെല്ലാം ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യത്തിലൊന്നും ഒരു അർത്ഥമില്ലല്ലോ. എത്ര കണ്ടുപിടുത്തങ്ങൾ വന്നു, കണ്ടുപിടുത്തത്തിലൂടെ എത്ര ടെക്നോളജീസ് വന്നു, അതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യരാശി മുന്നേറുന്നുണ്ടെങ്കിൽ എങ്ങോട്ടാണ് ഈ മുന്നേറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതവും എടുത്തുകൂട്ടിയ തീരുമാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവസാനം അർത്ഥമില്ലാത്ത, ആവശ്യമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് മാറുന്നത് എന്ന് പറയുന്ന സത്യം നമ്മൾ ഉൾക്കൊണ്ടേ വരത്തുള്ളൂ. വട്ടായതല്ല. അതായത് ഇങ്ങനൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഒരൊറ്റ പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടാവും. ആ തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ വിട്ടു മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളൊരു നൈലിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെന്ന് ഞാൻ പറയും. സോ നൈലിസം, നത്തിങ് മാറ്റേഴ്സ്, ലൈഫ് ഈസ് മീനിങ്ലെസ് എന്നതാണ് ഈ ഒരു ഫിലോസഫിയുടെ ബോട്ടം ലൈൻ. ഈ പടവും ഏതാണ്ട് ആ ഒരു നൈലിസ്റ്റിക് അപ്രോച്ചാണ് പിടിച്ചിരിക്കുന്നത്. ബിക്കോസ് നടക്കുന്ന കാര്യങ്ങൾക്കും ഈവൻസിനും ഒന്നും തന്നെ ഒരു ഉത്തരവില്ല. ഒരുപാട് പേര് ഈ ഒരു പടത്തിലെ റോഡിനെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ഓഫീസിൽ പോകുന്നു, ജോലി ചെയ്യുന്നു, അവിടുത്തെ സെയിം ടാസ്കുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു, വൈകുന്നേരം വീട്ടിൽ വരുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, സെയിം റൂട്ടീൻ, സെയിം ടാസ്ക്, സെയിം ആളുകൾ, എഗെയിൻ. അതിൽ അവർക്ക് കിട്ടുന്നത് വളരെ ചെറിയൊരു ബ്രേക്ക് ടൈം മാത്രമാണ്. അതിലൊരിക്കലും ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ അതിനെ റിയാലിറ്റി ആണെന്ന് അക്സെപ്റ്റ് ചെയ്യും, ചിലരത് ചെയ്യത്തില്ല, ചിലർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും, അതിലെ ലോജിക്ക് കണ്ടുപിടിക്കാൻ നോക്കും. അത് തന്നെയാണ് ഇതിലെ ഓരോ ക്യാരക്ടേഴ്സും ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഡീപ്പായിട്ട് ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻ തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിലെ പ്ലോട്ട് ഹോൾസ് സമ്മതിക്കില്ല. ഈ കാട്ടിൽ ആൾക്കാർ ഓടി വരുമ്പോൾ 90 സെക്കൻഡ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ 1.5 മിനിറ്റ്, അതെന്ത് പണ്ടാരത്തിനാണ്. ഇതിന്റെ തുടക്കത്തിൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാർ ഒരു പക്ഷേ അവരുടെ വണ്ടി പോയപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഡീപ്പ് ഡൗൺ ആ ഒരു ഫർദർ ആ ഒരു കാടിൻ്റെ ഉള്ളിലോട്ട് ഇവരിങ്ങനെ വീണ്ടും വീണ്ടും പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ ആ ഒരു ഇതൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് റിയലൈസ് ചെയ്ത് അവിടെ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടായിരിക്കും 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരരുത്. സ്റ്റിൽ എന്തിന് ഈ 1.5 മിനിറ്റിന്റെ റിയാക്ഷൻ ടൈം അവിടെ കൊടുത്തു? ഇവരെന്തിനാ ഈ കാട്ടിൽ പോയി കിടക്കുന്നത്? ഇവർക്ക് വണ്ടി വേണമെങ്കിൽ റോട്ടിൽ വന്ന് കിടന്നുകൂടെ? ഈ ഒരു വലിയ കല്ലേടി ഒഴിവാക്കി കഴിഞ്ഞ് എനിക്ക് ഇതിനകത്ത് ഇവരെ യൂസ് ചെയ്ത ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടമായി. ഇന്നതുകൊണ്ടാണ് ഇന്നത് സംഭവിക്കുന്നത് എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറയാതെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച്. നമ്മൾ ശരാശരി ഈ ഒരു ഇതുപോലൊരു സിറ്റുവേഷനിൽ പെട്ടുപോയാൽ എന്തൊക്കെ ചിന്തിച്ചു വെക്കും, എന്തെല്ലാം ചെയ്യും, അതെല്ലാം ഇതിനകത്ത് ജെയിംസ് ചെയ്യുന്നുണ്ട്. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതുകൊണ്ടായിരിക്കാം എന്ന് ആലോചിക്കുമ്പോൾ ജെയിംസ് അടുത്ത് അതാ പറയാം. സോ ശരാശരി നമ്മൾ അതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാൻ നോക്കൂ അതെല്ലാം ഇതിനകത്ത് ജെയിംസ് ചെയ്യുന്നുണ്ട്. ഇതേ ഒരു കാര്യം തന്നെ വലിയൊരു ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ പോകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. എനിവേ എനിക്ക് വർക്കായി, നിങ്ങൾക്ക് വർക്കായോ ഇല്ലയോ എന്ന് താഴെ എന്തായാലും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.